നമസ്കാരം, ഞാൻ ഡോക്ടർ വാസുദേവൻ, ഫൗണ്ടർ ഡയറക്ടർ ഐഡിയ തിരുവനന്തപുരം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ പണ്ട് ഒരു 3-4 തലമുറകൾക്ക് മുമ്പ് സ്ഥിരമായി മലയാളികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഭക്ഷണം, അതായത് വേറൊന്നുമല്ല, അരിയും പയറും ഇട്ടുള്ള കഞ്ഞി. ഇത് പണ്ട് ആൾക്കാർ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. കാലം കഴിഞ്ഞ് പരിഷ്കാരം വന്നപ്പോഴത്തേക്കും അത് രണ്ടും വേർതിരിക്കപ്പെടാൻ തുടങ്ങി. അരി വേറെ, പയർ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ പയറ് തന്നെ നമ്മുടെ ഡയറ്റിൽ നിന്ന് വളരെ കുറഞ്ഞു തുടങ്ങിയ ഒരു കാലഘട്ടം. അപ്പോൾ ഈ ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്, ഈ പയറും അരിയും കൂടെ, തവിടുള്ള അരിയും കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതാണ്. അതായത് നമ്മൾ പയറും ചോറും സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുന്നതിനോട് ഒരുമിച്ചിട്ട് വേവിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അമിനോ ആസിഡ്സ്, ഫ്രീ അമിനോ ആസിഡ്സ് ഒരുപാട് ഉണ്ടാകുന്നു. ഈ അമിനോ ആസിഡ്സ് പലതും, അതായത് ഇപ്പോൾ ചോറിൽ ഇപ്പോൾ അല്ലെങ്കിൽ അരിയിൽ ഇല്ലാത്ത പല നമ്മുടെ എസൻഷ്യൽ അമിനോ ആസിഡ്സ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാത്ത അമിനോ ആസിഡ്സ് അരിയിലില്ലാത്തത് പയറിലുണ്ട്, പയറിലില്ലാത്തത് അരിയിലുണ്ട്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റായിട്ട് വെറും അരിയും പയറും മാത്രം കഴിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. കാരണം മിക്ക അമിനോ ആസിഡ്സും അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ പയർ നമ്മൾ എടുത്താൽ തന്നെ പയറിനകത്ത് ധാരാളം പ്രോട്ടീൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഫൈബറുണ്ട്, ഡയറ്ററി ഫൈബറുണ്ട്, അതുപോലെ ഒരുപാട് അമിനോ ആസിഡ്സും പിന്നെ മിനറൽസും വിറ്റമിൻസും ഒക്കെ ധാരാളം ഈ പയറിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മളെ ചെറുപയർ. അപ്പോൾ ഇത്രയും ഈ പയറിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് പലർക്കും ഇത് അറിയത്തില്ല. ഇപ്പോൾ തന്നെ സ്ഥിരമായിട്ട് അലർജി വരുന്ന, അല്ലെങ്കിൽ ചുമ വരുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അസുഖങ്ങൾ വരുന്ന കുട്ടികൾ, അവർക്ക് ഈ അരിയും പയറും കൂടെ ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വെള്ളം കൊടുത്താൽ ഒരു 2 ആഴ്ച കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ചുമയും ഇതൊക്കെ നന്നായിട്ട് നിൽക്കും. സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ എന്നും വരുന്ന അസുഖങ്ങൾ വരികയില്ല. കാരണം അവരുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അംശം കുറവായതുകൊണ്ടാണ് ആ പ്രതിരോധ ശേഷി. കാരണം പ്രതിരോധ കോശങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ പ്രോട്ടീൻസ് വേണമല്ലോ. അപ്പോൾ ഈ പ്രോട്ടീൻസിൻ്റെ അളവ് കുറയുമ്പോൾ നാച്ചുറലി ഈ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ പ്രോട്ടീന് വേണ്ടി ഇറച്ചിയും മുട്ടയും കഴിച്ചാൽ പോരെയെന്ന് ചോദിക്കുമ്പോൾ പല കുട്ടികൾക്കും, പ്രത്യേകിച്ച് അലർജിയൊക്കെ ഉള്ള ഒരുപാട് കുട്ടികൾക്കും, ഈ മുട്ടയും ഇറച്ചിയിലും അടങ്ങിയിരിക്കുന്ന പല സാധനങ്ങളും റിയാക്ഷൻ ഉണ്ടാക്കും. അതായത് അവരിൽ ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് കൂട്ടാൻ തുടങ്ങും. അപ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അങ്ങനെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും നാച്ചുറലി അസുഖങ്ങൾ കൂടും, ഇമ്മ്യൂണിറ്റി കുറയുകയും ചെയ്യും. പക്ഷേ പ്രോട്ടീൻ അളവ് ഉണ്ട്, പക്ഷേ എന്നാൽ പോലും അസുഖങ്ങൾ വരും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫ്രീ റാഡിക്കൽസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത അങ്ങനെയുള്ള പ്രോട്ടീൻസാണ് ഇതിനകത്തുള്ളത്. പ്ലാന്റ് പ്രോട്ടീൻസാണ്, വളരെ സേഫാണ്. നമുക്ക് പ്രോട്ടീൻസ് കിട്ടുകയും ചെയ്യും, അതേസമയം നമുക്ക് ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് കുറയും. പിന്നെ അത് മാത്രമല്ല, ഈ ബ്രൗൺ റൈസിൽ ഒരുപാട് ഡയറ്ററി ഫൈബർ ഉണ്ട്, ഈ സിങ്ക് ഉണ്ട്, മെഗ്നീഷ്യം, പൊട്ടാഷ്യം, വിറ്റമിൻ എ, വിറ്റമിൻ ഡി, ബി ഉണ്ട്, B1, B2, B3, B6, അതുപോലെ തന്നെ ഇതിനകത്ത് സെലിനിയം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ മട്ട അരിയിലുണ്ട്. ഇത് നമുക്ക് അറിഞ്ഞുകൂടാം. നമ്മൾ ഈ പോളിഷ്ഡ് വെള്ള അരി കഴിച്ചാൽ വളരെ ദോഷമാണ്. അതൊരു വെളുത്ത പോയിസൺ കണക്കാണ് ആക്റ്റീവ്. മാത്രമല്ല ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, ഫ്ലേവനോയിഡ്സ് ഉണ്ട്, ഈ മട്ട അരിയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം അത് പയറിലും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ പയർ വേവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം, അതായത് പയർ തലേ ദിവസം വെള്ളത്തിലിട്ട് കോത്തിന് ശേഷം മാത്രമാണ് അടുത്ത ദിവസം അരിയിലിട്ട് വേവിക്കുക. അപ്പോൾ കൂടുതലും നമുക്ക് അമിനോ ആസിഡ്സ് കിട്ടും. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ അത് നമ്മളിപ്പോൾ ഇതുപോലെ ഉള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് ഗുണമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മളുടെ വേവിക്കുന്ന ചിലവ്, സമയം എല്ലാം കുറയും, ഈസിയാണ്. അതേസമയം എത്രയോ ഗുണമുള്ളതാണ്. അതുപോലെ ഈ പയറും അരിയും കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചിട്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ഗ്ലൈസിമെറ്റിക് ഇൻഡെക്സ് വളരെ കുറയും. അതായത് ഈ വണ്ണം വയ്ക്കാനുള്ള ടെൻഡൻസി കുറയും. ഇപ്പോൾ അതും വണ്ണം വയ്ക്കും. ഇപ്പോൾ കുട്ടികളൊക്കെ ഇപ്പം ഇങ്ങനെ വീർത്ത് വരികയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 100 കിലോ 110 കിലോ നടക്കാൻ വയ്യെടുക്കാം. പിന്നെ പിള്ളേർ കളിയാക്കും. വിശപ്പ് കാരണം കുട്ടികൾ ആഹാരം ചോറ് കണ്ടമാനം കഴിക്കും. പക്ഷേ ചോറ് കണ്ടമാനം കഴിച്ചാലും ഈ അതായത് 1/3 പയറും കൂടെ ഇട്ടാൽ തന്നെ ഇതിനകത്ത് ഈ ഡയറ്ററി ഫൈബർ ഒരുപാട് ഉള്ളതുകൊണ്ട് ബൾക്ക് കൂട്ടി മലം പോകാൻ എളുപ്പമാണ്, കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ അവർക്ക് ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് വലിച്ചെടുക്കുന്നതിൻ്റെ അളവ് കുറയും. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടുകയും ചെയ്യും. അതേസമയം അനാവശ്യമായിട്ടൊന്നും വലിച്ചെടുക്കാതെ അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. പിന്നെ ഇത് രണ്ടും കൂടെ ചേർന്ന് ഡൈജസ്റ്റബിലിറ്റിയും കൂടും, പെട്ടെന്ന് ദഹിക്കും, ഗ്യാസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ പയർ തലേ ദിവസം വെള്ളത്തിൽ ഇടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നുള്ളതെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ഇത് രണ്ടിലുമുണ്ട്, ഫിനോളിക് ആസിഡ്സ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വെയിറ്റ് കൂടാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും.
ആഹാരം കഴിച്ചാലും അത് വെയിറ്റ് കുറത്തില്ല. അപ്പോൾ ഇതിനെല്ലാം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ കഴിച്ചാലാണ് ആശ്വാസം. ഇപ്പോൾ ആളുകൾക്ക് ചോറ് മാത്രം നിർത്താൻ അല്ലെങ്കിൽ അളവ് കുറയ്ക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതേസമയം ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കും. ഒരു 3-ൽ നിന്ന് പയറും കൂടെ തലേദിവസം ആഡ് ചെയ്ത് കൂത്ത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിച്ചാൽ, ഇത് വേറെ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ പയറും അരിയും കൂടെ ഇട്ട് പൊങ്കൽ ഉണ്ടാക്കാം, കിച്ചടി ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാം പല രീതിയിൽ, ഇപ്പോൾ മസാല ഇതൊക്കെ ഇട്ട് ഇത്തിരി ഉലുവയും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ നല്ല രീതിയിലുള്ള ഫുഡ്, വേറെ ഒരു കറിയും വേണ്ട, ഒരു ചമ്മന്തി ധാരാളം മതിയാവും. പിന്നെ എന്തെങ്കിലും ഒരു ഇലത്തോരനും കൂടെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ന്യൂട്രീഷണൽ ഡയറ്റ്, ബാലൻസ്ഡ് ഡയറ്റായി. അപ്പം ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പയറും അരിയും കൂടെ, മട്ടയരിയും കൂടെ ഇട്ട് വേവിക്കുന്നത്. ഇത് നിങ്ങൾ ഇന്ന് മുതൽ തന്നെ നിങ്ങളത് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇത് തന്നെ കൊടുക്കുക. ആദ്യമൊക്കെ ഈ പയറും കൂടെ അതിനകത്ത് ഇടുമ്പോഴത്തേക്കും ഒരു ചെറിയ ഫ്രിക്ഷൻ വീടുകളിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ച് ഉണ്ടാക്കുക. അതിനകത്ത് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം, കുറച്ച് ഭയങ്കര ടേസ്റ്റാണ്. ഒരു കറിയുമില്ലാതെയും കഴിക്കാൻ പറ്റും. ഇത് നിങ്ങൾ തേങ്ങയും നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സുലഭമാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത് വാങ്ങിച്ചു ഇത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കും? വേറെ ഒരു തരത്തിലുള്ള നമുക്കൊരു സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. ഇത് ധാരാളം മതിയോ. കഞ്ഞിയും പഴം ഇതാണ് പണ്ടുള്ള ആൾക്കാരും കഴിച്ചുകൊണ്ടിരുന്നത്. അവർ കുറച്ച് തേങ്ങാപ്പാലും പിന്നെ ഇച്ചിരി ചമ്മന്തിയും മറ്റേ പച്ചമുളക് ഇട്ട് അരച്ചുള്ള ചമ്മന്തി, കാന്താരി കൊണ്ട് കാന്താരി മുളകോ ഇച്ചിരി ഇഞ്ചിയോ കറിവേപ്പിലയോ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ മല്ലിയിലയോ ഒക്കെ ഇട്ട് അരച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഇതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ന്യൂട്രീഷ്യസ് ഡയറ്റായി. നിങ്ങൾക്ക് വയറിന് ഒരു പ്രോബ്ലം വരത്തില്ല, നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും, ദഹനക്കേടില്ല, എല്ലാ ന്യൂട്രിയൻസും കിട്ടും, ഓർമ്മശക്തിക്ക് നല്ലതാണ്, അസുഖങ്ങൾ വരാതിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ജലദോഷവും പനിയൊന്നും വരാതിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഗ്രൂപ്പ്സിലും എല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.